ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് ഒരു ദിവസത്തിൽ ആദ്യമായി സൂര്യന്റെ പ്രകാശരശ്മികൾ പതിക്കുന്നത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ഒരു ദിവസത്തിൽ ആദ്യമായി സൂര്യന്റെ പ്രകാശരശ്മികൾ പതിക്കുന്നത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന സാമൂഹ്യശാസ്ത്ര ക്വിസ്. LP UP വിഭാഗം ക്വിസിൽ പങ്കെടുക്കുന്നവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യങ്ങളടങ്ങിയ ക്വിസ്. സാമൂഹ്യശാസ്ത്രം ക്വിസിനും മറ്റ് GK ക്വിസുകൾക്കും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി നിലവിൽ വന്ന സംസ്ഥാനം തെലങ്കാന. തെലങ്കാനയാണ് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന സംസ്ഥാനം. കേരളത്തിൽ ആകെ എത്ര നദികളാണ് ഉള്ളത്? കേരളത്തിൽ 44 നദികളാണ് ആകെ ഉള്ളത്. 44 നദികൾ. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്ത് ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. വയനാട് ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? കൽപ്പറ്റ. കൽപ്പറ്റയാണ് വയനാട് ജില്ലയുടെ ആസ്ഥാനം. പശ്ചിമഘട്ട പ്രദേശം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയാണ് പശ്ചിമഘട്ട പ്രദേശം ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മല ഏതാണ്? ആനമല. ആനമലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മല. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആളുടെ പേര്? പിംഗാലി വെങ്കയ്യ. പിംഗാലി വെങ്കയ്യ എന്ന ആളാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. സമുദ്രതീരങ്ങളിലും നദീതീരങ്ങളിലും കരയിടിച്ചിൽ തടയുന്ന സസ്യങ്ങൾ ഏതാണ്? കണ്ടൽക്കാടുകൾ. മാൻഗ്രോവ്സ്. കണ്ടൽക്കാടുകളാണ് കരയിടിച്ചിൽ തടയുന്ന സസ്യങ്ങൾ. സംസ്ഥാന ഗവർണറുടെ ഔദ്യോഗിക ഭവനത്തിൻ്റെ പേര്? രാജ്ഭവൻ. സംസ്ഥാന ഗവർണറുടെ ഔദ്യോഗികമായ വസതിയാണ് രാജ്ഭവൻ. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള മഴയെ എന്താണ് പറയുന്നത്? ആലിപ്പഴ വർഷം. ആലിപ്പഴ മഴ. ഹെയിൽ സ്റ്റോം എന്ന് ഇംഗ്ലീഷിൽ പറയും. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഏതു കാലമാണ്? ശൈത്യകാലം. ശീതകാലമാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. കേരളത്തിലെ നദികളിൽ പേരാർ, നിള എന്നീ 2 പേരുകളിൽ കൂടി അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പേരാർ എന്നും നിള എന്നും കൂടി പേരുകളിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമായ മാപ്പിള ബേ എവിടെയാണ്? കണ്ണൂർ. കണ്ണൂരിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ പേരാണ് മാപ്പിള ബേ എന്നത്. പന്നിയൂർ 1 എന്നത് ഏത് വിളയുടെ പേരാണ്? കുരുമുളക്. കുരുമുളക് വിളയുടെ ഒരിനമാണ് പന്നിയൂർ 1 എന്നത്. നിറങ്ങളുടെ ഉത്സവം എന്ന് അറിയപ്പെടുന്ന ആഘോഷം ഏത്? ഹോളി. ഹോളിയാണ് നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ആഘോഷം. മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ഒരേയൊരു ജില്ല ഏതാണ്? എറണാകുളം ജില്ല. എറണാകുളം ജില്ലയാണ് മെട്രോ റെയിൽ പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ഏക ജില്ല.
അറിവിൽ തിളങ്ങാൻ, വിജയം നേടാൻ ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? തൃശ്ശൂർ. തൃശ്ശൂർ നഗരമാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോൾ ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യമേത്? ഇന്ത്യ. ഇന്ത്യയാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യം. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം അഥവാ ജൂപ്പിറ്റർ എന്ന ഗ്രഹമാണ് 8 ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം. ഇന്ത്യയിലെ മരുഭൂമി ഏതാണ്? ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയാണ് ഇന്ത്യയിലെ മരുഭൂമി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? മഹാകവി വള്ളത്തോൾ. മഹാകവി വള്ളത്തോളാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ട് എന്ന ചരിത്ര സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റഷ്യ. റഷ്യയാണ് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻറാം. മേഘാലയ സംസ്ഥാനത്തുള്ള മൗസിൻറാം എന്ന സ്ഥലമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. കുമരകം പക്ഷി സങ്കേതം ഏതു ജില്ലയിലാണ്? കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ല. കർണാടകം, തമിഴ്നാട് എന്നീ 2 അയൽ സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് അറിയാമോ? വയനാട്. വയനാട് ജില്ലയുടെ അതിരുകളായി കർണാടകവും തമിഴ്നാടും 2 അയൽ സംസ്ഥാനങ്ങളും വരുന്നു. കേരളത്തിൽ ആകെ എത്ര നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്? 140. 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ ആകെ ഉള്ളത്. മലമ്പുഴ അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തുറമുഖങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? കേരളത്തിലെ തുറമുഖങ്ങളിൽ ഏറ്റവും വലുത് വിഴിഞ്ഞം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം. കേരളത്തിലെ ഏതു പട്ടണമാണ് അക്ഷരങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്? കോട്ടയം. കോട്ടയം പട്ടണത്തെയാണ് അക്ഷരങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നത്. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. താമരശ്ശേരി ചുരം ഏതു ജില്ലയിലേക്കുള്ള പ്രവേശന കവാടം ആണെന്നറിയാമോ? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. ഉടൻ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.